പ്രഭാഷകരുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അഹങ്കാരി അവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് പറയുന്നത്. അഹങ്കാരം തുടങ്ങുമ്പോൾ 10:12 അഹങ്കാരം തുടങ്ങുമ്പോൾ അവൻ കർത്താവിൽ നിന്നും അകലുന്നു, ഹൃദയം അവന്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു. ഇത് ശ്രദ്ധിക്കണം, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതുകൊണ്ടാണ് മറ്റെല്ലാ പാപങ്ങളും ഈ അഹങ്കാരത്തിൽ നിന്ന് വരുന്നത്. അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കാൻ തുടങ്ങും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കണ്ടോ, അഹങ്കാരിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ മേൽ അപൂർവമായ, അതായത് ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദുരന്തങ്ങളും അസ്വസ്ഥതകളും അവന്റെ ജീവിതത്തിലും കുടുംബത്തിലും അയച്ചിട്ട് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കാണുന്ന അവൻ അഹങ്കരിക്കുന്നു, ദൈവത്തെ തള്ളിക്കളഞ്ഞു. ദൈവമില്ലാത്തവരെ എങ്ങനെ ദൈവിക സംരക്ഷണം കിട്ടും? ഈ അഹങ്കാര തലകേത്ത് കയറുമ്പോ അതിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? അഹങ്കാരി അവൻ സത്യത്തെ നിരന്തരം നിഷേധിച്ചുകൊണ്ടേയിരിക്കും. സത്യത്തെ നിഷേധിക്കും. സത്യമാണെന്ന് അറിയാം, അവനറിയാം അത് സത്യമാണ്, എന്നാൽ അവൻ സമ്മതിക്കില്ല. അവനറിയാം പാപജീവിതത്തിന് ശിക്ഷയുണ്ടെന്ന് അവനറിയാം. ദാമ്പത്യ അവിശ്വസ്തത തെറ്റാണെന്ന് അറിയാം. എന്റെ ജീവിത പങ്കാളിയോടും എന്റെ മക്കളോടും ദൈവം എനിക്ക് ദാനമായി തന്ന എന്റെ മക്കളോടും ഞാൻ കാണിക്കുന്ന ക്രൂരതയാണ് വ്യഭിചാരമെന്നും ദാമ്പത്യ അവിശ്വസ്തതയെന്നും അറിയാം. എന്നാലും ആ സത്യതകളെ നിഷേധിച്ചു കളയും. എന്റെ തലമുറകൾക്കും എന്റെ ഭാവി ജീവിതത്തിലും ചേരാത്തതാണ് എന്റെ യൗവനത്തിൽ ഞാൻ താലോലിച്ചുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛഭാവങ്ങൾ. എനിക്ക് ജനിക്കാൻ വിദൂര ഭാവിയിൽ എന്റെ ദാമ്പത്യത്തിൽ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പോലും മലിനമാക്കുന്ന ഭാവത്തിലാണ് ഞാനിന്നായിരിക്കുന്നതെന്ന് സ്വയംഭോഗത്തിലും സ്വർഗരതിയിലും ഭൂമിയിലും മ്ലേച്ഛഭാവങ്ങളുടെയും അടിമത്തത്തിൽ കിടക്കുന്ന ഒരു യൗവനത്തിൽ അറിയാം അവൻ പാപത്തിലാണെന്ന്. അവന്റെ ശരീരത്തിൽ വൈറസ് ഉണ്ടെന്ന്, അശ്വതിയുടെ വൈറസ് ഉണ്ടെന്ന് അവൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല. ഇതെല്ലാം സത്യത്തെ നിഷേധിച്ചു കളയും. അഹങ്കാരമാ. എന്റെ ഭാവത്തിൽ എനിക്ക് ശിക്ഷയുണ്ടെന്ന് എനിക്കറിയാം, തെറ്റാണെന്ന് അറിയാം. കൊലപാതകം തെറ്റാണെന്ന് അറിയാൻ പാടില്ലാത്ത എത്ര പേര് എത്തുണ്ട്. വ്യഭിചാരം തെറ്റാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് തെറ്റാണെന്ന് അറിയാം എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദ്യപാനം, പുകവലി, ലഹരി, ഇതൊക്കെ ശരീരത്തെ നശിപ്പിക്കുന്ന പാപമാണെന്ന് വചനം പറയുന്നു. 1 Corinthians 3:16 വചനം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിന്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഈ ശരീരത്തിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതിനാൽ ശരീരത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കും എന്നാണ് വചനം പറയുന്നത്. ഇതറിയാം, ആത്മാവിനറിയാം, പലവട്ടം കേട്ടിട്ടുള്ളതാണ്, ഈ സത്യം അറിയാവുന്നതാണ്. എന്നിട്ടും ശരീരത്തിൽ മ്ലേച്ഛ പാപങ്ങൾ അനുവദിച്ചുകൊണ്ട് ഈ സത്യത്തെ ബോധപൂർവം നിഷേധിക്കുന്നവരാണ് നമ്മളിൽ പലരും. അഹങ്കാരമാണ്. അഹങ്കാരിയാണ് ഒരു സത്യത്തെ അറിഞ്ഞിട്ട് സത്യത്തെ നിഷേധിക്കുന്നത്. സത്യം എന്താണെന്ന് അറിയാം, എന്നാലും അതിനെ നിരന്തരം നിഷേധിച്ചുകൊണ്ടിരിക്കും. ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇതിൽ അഹങ്കാരം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ ഒറ്റ കാര്യം നോക്കിയാൽ മതി. സത്യം എനിക്കറിയാം, അതിന് ഞാൻ സത്യത്തെ നിഷേധിക്കുന്നുണ്ടോ? അതിന് കാരണം എന്നിൽ അഹങ്കാരത്തിന്റെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്. കുമ്പസാരിക്കാൻ പറ്റാത്തവന്റെ മേൽ പ്രവർത്തിക്കുന്ന അരൂപി അഹങ്കാരത്തിന്റെ അരൂപിയാണ്.